ഹലോ, നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഒരു മിശ്രിതം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് മണ്ണ് വേണം. ഇവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ആൾക്കാർക്ക് അമ്മ കൊടുത്തു വിട്ടു. അമ്മ അങ്ങനത്തെ ഒരു സഹായിയും ദാനശീലയാണ്. അവനവൻ്റെ ആവശ്യത്തിന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇപ്പം നമ്മുടെ മുറ്റത്തു നിന്നാണ് ഞാൻ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണെങ്കിൽ കുറേ കല്ലും പ്ലാസ്റ്റിക്കും വേസ്റ്റും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാം മാറ്റിയിട്ട് വേണം മണ്ണെടുക്കാൻ. ഈ കൊട്ടയിലായപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ണൊക്കെ മൊത്തം പോയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ബാക്കിയായിരുന്നു. പിന്നെ ഞാൻ അതങ്ങനെ ഇട്ട് കുലുക്കാൻ നിന്നില്ല. പിന്നെ വേഗം അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങി. അവിടെ നിന്നൊക്കെ കോരി. അമ്മ പറയുകയാണ് മുറ്റം മൊത്തം ഞാൻ വരുമ്പോഴത്തേക്കും കുഴിയാക്കി വെക്കരുതെന്ന്. ഞാൻ പറഞ്ഞു ആലോചിക്കാം. മണ്ണ് എന്തായാലും കുറച്ചധികം വേണം. നമ്മുടെ മിശ്രിതത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി മണ്ണ് വേണം. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടും. അതുകൊണ്ട് എല്ലായിടത്തും കുറച്ച് കുറച്ച് മണ്ണൊക്കെ എടുത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചു. ഇനി ഈ പ്രദേശത്ത് നിന്ന് കുഴിക്കരുത്. ഇനി കുഴിച്ച് കഴിഞ്ഞാൽ ഒക്കെ പോകും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ ട്രിപ്പ് മണ്ണാണ് നമ്മളിപ്പോൾ കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ നിറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധമുള്ള വേസ്റ്റ് സാധനങ്ങൾ അലിഞ്ഞ് പോകുന്നത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്ത് പറക്കി മാറ്റി കളഞ്ഞു. ബാക്കിയൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇനിയും നമുക്ക് അധികം മണ്ണ് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് മണ്ണ് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ടൂൾ കിട്ടിയത്. ഈ ടൂൾ എന്തായാലും കൊള്ളാം. കുറച്ചധികം പ്രദേശത്ത് മണ്ണായിട്ട് ഇങ്ങനെ വാരി അതിനകത്തേക്ക് ഇടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ കുറച്ചും കൂടി അധികം മണ്ണ് വാരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഇനി ഇതൊക്കെ തികയുമെന്നാണ് എൻ്റെ സംശയം. കാരണം ചട്ടികൾ കുറച്ചധികം ഉണ്ട്. എല്ലാ ചട്ടികളിലും നിറയ്ക്കണമല്ലോ. വലിയ ചട്ടിയായിട്ടും ഇടത്തരം ചട്ടിയായിട്ടും തീരെ കുഞ്ഞു ചട്ടിയായിട്ടും കുറേ ചട്ടിയുണ്ട്. പക്ഷേ ഈ മണ്ണ് വാരണോണ്ടൊരു ഗുണമുണ്ട്. ഇവിടെയാണ് നമ്മുടെ കോഴിയപ്പയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെയാണ് കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പണ്ട് മുതലേ ഞാനിങ്ങനെ ഉടുപ്പിലൊക്കെ ചെളിയാക്കി ഇങ്ങനെ സാധനമൊക്കെ കൈയിട്ട് വാരി നടക്കുന്നൊരു കുട്ടിയായിരുന്നു. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും കുഞ്ഞാൻ കാലത്ത് പറയുന്നത് എൻ്റെയൊക്കെ ഉടുപ്പിൽ ഒരു ലോഡ് ചെളി ഉണ്ടാവും, നീയൊക്കെ ഇവിടെ പാടത്തോണ പോണേന്ന്. യൂണിഫോമിലായാലും അതുപോലെ തന്നെയാണ്. എന്താണെന്നറിയില്ല. ഒരു കണക്കിന് അത് നല്ലതാണ്. ചിലർക്ക് ഇങ്ങനെ വാരാനും എടുക്കാനും ഒക്കെ ഭയങ്കര മടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലൗസൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലൗസ് കാണാനില്ല. ആദ്യമൊക്കെ ആയിട്ട് മടിയൊക്കെ ആയിരുന്നു. പിന്നെ ഈ കോഴിക്കുട്ടികൾ വന്നേ പിന്നെ എനിക്ക് ഇവരെ അങ്ങോട്ട് ഇഷ്ടമായി തുടങ്ങി കേട്ടോ. നമ്മൾ അടുത്ത ട്രിപ്പ് മണ്ണും കൂടി കൊണ്ടിട്ടു. ഇനിയും കുറച്ചധികം ട്രിപ്പുകൾ മണ്ണിങ്ങനെ കൊണ്ടിടണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്.